പട്ടായയിലെ ഞങ്ങൾ രണ്ടാം ദിവസം രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പലതരം വെറൈറ്റി ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കേരള സ്റ്റൈൽ മാത്രം ഇല്ലായിരുന്നു. ഫുഡ് കഴിച്ചു തീർന്നത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വണ്ടി വന്നു. അപ്പൊ ഡഫർ ബ്രദേഴ്സ് ഇളയ ഡഫറിന് എവിടെ ഹാപ്പി എൻഡിങ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നു, കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ കാർ ചെയ്തിറങ്ങി ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. അടുത്ത ബോട്ട് റൈഡ്. പട്ടായ സിറ്റിയും കണ്ട് ഞങ്ങൾ നേരെ പോയത് ബോട്ടിൽ കയറാനാണ്. അങ്ങനെ ബോട്ടിലും കയറി അതിമനോഹരമായ ഒരു ബോട്ട് റൈഡ്. ഞങ്ങളൊരു ഐലൻഡിലോട്ടാണ് വന്നത്. സത്യം പറയാൻ ഇത്ര ക്ലാരിറ്റി ഉള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മദാമയെ കണ്ടത് ലുട്ടാപ്പയെ വിളിച്ചോണ്ട് കണ്ണൂസ് അങ്ങ് പോയി. ഞാനും ലുട്ടാപ്പയും കണ്ണൂസ് എവിടെ ചെന്നാലും വൈബ് പിടിക്കുന്നോണ്ട് നേരെ വെള്ളത്തിൽ പോയി ചാടി. വെള്ളത്തിൽ കുളിച്ചോണ്ടാണെന്ന് അറിയത്തില്ല, വിശപ്പിന്റെ വിളി വന്നു. പിന്നെ നടന്നത് ഒരു യുദ്ധമായിരുന്നു. കൊച്ചു ഡഫറിന്റെ കഴപ്പ് ചില്ലറയൊന്നുമല്ല, കഴിക്കാൻ വൈകലി എല്ലാം കൂടെ വാരി പറക്കി എടുത്തോളൂ. അങ്ങനെ കറങ്ങി തിരിച്ചെങ്കിൽ രാത്രി കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാതെ വെച്ച് ഇറങ്ങിയതാ. പിന്നെ ഇവിടെ സ്ട്രീറ്റിൽ പല്ലി, പാറ്റ, പുഴു അതൊക്കെയല്ലേ ഉള്ളു. എന്താ ചെയ്യാനാ പോകണം പിള്ളേ. ആ കിളവി എന്നെ അടിച്ചു കേസ്. ഇതൊക്കെ വീഡിയോ എടുത്തരാ കിളവി എന്നെ അടിച്ചത്. പാന്ന കിളവി. ഈ ഷോപ്പ് പിന്നെ ഏതാന്ന് പറയണ്ടല്ലോ ഞാൻ. മസാജ് എന്ന ചേച്ചിമാരെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ്. പിന്നെ 1-2 പബ്ബിൽ കയറി പെമ്പിള്ളേരെ ഡാൻസും കണ്ട് കറങ്ങി നടന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാനും കൊച്ചു ഡഫറും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ഫുഡ് കഴിച്ചത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വണ്ടി വന്നു. ഒരു മൊരട് കിളവൻ. അങ്ങനെ ആടിയും പാടിയും ഉല്ലസിച്ച് ഞങ്ങൾ എങ്ങോട്ടാ പോയെന്നറിയോ? ദ സാഞ്ചുറി ഓഫ് ട്രൂത്ത്. ഒരു അത്ഭുതം തന്നെയായിരുന്നു. സത്യം പറയല്ലേ, നല്ല രസമായിരുന്നു കാണാൻ. അതാ പോകുന്നു തായ്ലാന്റിലെ ശിവരാജു. പിന്നെ ഞങ്ങൾ പോയത് അൽക്കസാർ ഷോ കാണാനായിരുന്നു. ട്രാവൽ പാർട്ണർ ബഡ്ജറ്റ് ഹോളിഡേസ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെ കണ്ടു. അപ്പൊ തായ്ലാന്റിലോട്ട് വരാൻ പാക്കേജ് നോക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ബഡ്ജറ്റ് ഹോളിഡേസിൽ തന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ മാളിലും കയറി ഗെയിമും കളിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളെ വിലയും ചോദിച്ച് ഞങ്ങൾ അങ്ങനെ കറങ്ങി നടന്നു. തെറ്റിദ്ധരിക്കരുത്, ഈ ഇരിക്കുന്ന കുളിക്കുന്ന സോപ്പ. ഞാൻ തായ്ലാന്റിൽ വന്ന മെയിൻ കാര്യം ഇതായിരുന്നു ഗൈസ്, മുതലേ കഴിക്കാൻ. അങ്ങനെ മുതലേ കഴിച്ച് പട്ടായൊക്കെ ഒരു ടാറ്റയും കൊടുത്ത് നേരെ റൂമിലോട്ട്.